ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുക എന്നത് പുതിയ പ്രഖ്യാപനമൊന്നുമല്ല. ഈ അടുത്ത കാലത്തെല്ലാം തന്നെ ഹോർമൂസ് ഭാഗികമായി അടഞ്ഞു കിടക്കുകയായിരുന്നു. അതിപ്പോൾ ഏതാണ്ട് പൂർണ്ണമായി എന്ന് മാത്രം. നോക്കൂ, ഹോർമൂസ് കടലിടുക്ക് ഡബിൾ ഉപരോധത്തിലാണ്, അല്ലെങ്കിൽ 2 കത്രിക പൂട്ടിട്ട് പൂട്ടിയിരിക്കുകയാണ്. ഒന്ന് ഇറാൻ്റെ വക ഉപരോധം, അതായത് അതിലെ തങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ ഒരു കപ്പലും പ്രവേശിക്കരുത്, അത് ഇറാൻ്റെ കൽപ്പന. പക്ഷേ പെർമിഷനോടുകൂടി കപ്പലുകൾ പ്രവേശിക്കുന്നതായും ചില കപ്പലുകളെങ്കിലും പുറത്തു പോകുന്നതായും റിപ്പോർട്ടുകളുണ്ട്. അതിൽ ചിലത് ആക്രമണ വിധേയമായതായും റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കുന്നു. അതേസമയം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാനിലേക്ക് കടന്നു ചെല്ലുന്ന, ഹോർമൂസിലൂടെ കടന്നു പോകുന്ന കപ്പലുകളെ ആക്രമിക്കുക അല്ലെങ്കിൽ തടയുക, അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ വംശജർ, ഇന്ത്യൻ നാവികർ ഉൾപ്പെടെ ഒരു കപ്പൽ, മഡഗാസ്കറിന് പതാക വഹിച്ച ഒരു കപ്പൽ തടയപ്പെട്ടതും ആക്രമിക്കപ്പെട്ടതും നാവികരെ രക്ഷപ്പെടുത്തി, ഒമാൻ തീരത്ത് നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നതുമൊക്കെ കണ്ടതാണ്. അതൊരു വലിയ ഒരു സംഭവമായി ഇന്ത്യ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ 3 നാവികരെ കാണാനില്ല എന്നതും ഈ തരുണത്തിൽ ഓർമ്മിക്കേണ്ടതാണ്. ഇപ്പോൾ ഉരുണ്ടുകൂടിയ പ്രശ്നത്തിൻ്റെ അടിസ്ഥാന കാരണം ഒറ്റ സംഭവമാണ്. അമേരിക്കയുടെ അഭിമാനമാണ് അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ. അതിൽ ഒരെണ്ണം കഴിഞ്ഞ ദിവസം ഇറാൻ ഒന്നുകിൽ വെടിവെച്ച് വീഴ്ത്തി, അല്ല എങ്കിൽ ഒരു അപകടത്തിൽ ഇറാൻ്റെ ഒരു ഡ്രോണുമായി കൂട്ടിയിടിച്ച് അപ്പാച്ചെ ഹെലികോപ്റ്റർ താഴെ പോയി, പേർഷ്യൻ ഗൾഫിൽ വീണു. 2 നാവികരെ ഒരു ഇന്ത്യൻ വംശജൻ രൂപകൽപ്പന ചെയ്ത ഒരു ആളില്ല ബോട്ട്, അതായത് അത് ഡ്രോൺ ബോട്ടുകൾ എന്ന് പറയും, ഡ്രോൺ ബോട്ട് എത്തി രക്ഷപ്പെടുത്തുന്നതൊക്കെ വലിയ വാർത്തയായതാണ്. അപ്പോൾ ഇതൊരു അഭിമാനക്ഷതമായി അമേരിക്ക കണ്ടു എന്ന് വേണം കരുതാൻ. അതായത് ഈ അപ്പാച്ചെ ഹെലികോപ്റ്റർ അമേരിക്കയുടെ ഹെലികോപ്റ്റർ ശ്രേണിയിലെ ഏറ്റവും പ്രഹരശേഷിയുള്ള നിരീക്ഷണ പറക്കലിന് ഉപയോഗിക്കാം, അല്ല എങ്കിൽ ഡീപ്പ് പ്രോബിന് വേണ്ടി ഉപയോഗിക്കാം, ടാങ്കുകളെ ആക്രമിക്കാൻ ഉപയോഗിക്കാം. ബാറ്റിൽ ഫീൽഡിൽ ടാങ്ക് ബസ്റ്റേഴ്സ് എന്നാണ് പൊതുവെ ഇത്തരം ഹെലികോപ്റ്ററുകളെ അറിയുന്നത്. ഈ ടാങ്കുകളെ പിൻ പോയിന്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ടാങ്കും ആക്രമണ വിധേയമായിട്ടില്ല, കാരണം കരയുദ്ധം തുടങ്ങിയിട്ടില്ല. കരയുദ്ധത്തിലാണ് ടാങ്കുകൾ വ്യാപകമായി ഉപയോഗിക്കപ്പെടുക. ഇവിടെ അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾക്ക് താണു പറക്കാൻ കഴിയും, റൈഡറുകളെ വെട്ടിച്ച് വളരെ താണു പറക്കാൻ കഴിയും, 21,000 അടി വരെ ഉയരത്തിൽ പറക്കാനും കഴിയും. താണു പറന്ന ഒരു ഹെലികോപ്റ്ററാണ് ഒരു പക്ഷേ ഈ അപകടത്തിൽപ്പെട്ടതും ഇവിടെ ഒമാൻ ഉൾക്കടലിൽ താഴെ വീണതും അവിടെയാണ്, ഹോർമൂസിനടുത്ത് വീണതും അങ്ങനെ ഒരു ഹെലികോപ്റ്ററാണ്. അതിനെ ചുറ്റിപ്പറ്റി അത് വലിയ പ്രകോപനമായി കണ്ടുകൊണ്ട് അമേരിക്ക ഇറാൻ്റെ തീരപ്രദേശം കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ അതിശക്തമായ ആക്രമണമാണ് ഇറാൻ്റെ 12 നഗരങ്ങളിൽ. ഇപ്പോൾ ടെഹ്റാൻ വെസ്റ്റ് ആക്രമിക്കപ്പെട്ടു, ടെഹ്റാൻ നഗരത്തിൻ്റെ പടിഞ്ഞാറൻ ഭാഗങ്ങൾ ആക്രമണ വിധേയമായി. ഖെഷം ദ്വീപ്, അത് ഹോർമൂസിൽ ഉള്ള ദ്വീപാണ്, ഇറാൻ്റെ കൈവശമുള്ള അനേക ദ്വീപുകൾ ഏറ്റവും വലുത് ആണ് ഖെഷം ദ്വീപ്, അത് ആക്രമിക്കപ്പെട്ടു. ഖിഷ് എന്ന പ്രദേശം ആക്രമിക്കപ്പെട്ടു. ഇറാൻ്റെ തെക്ക് ഭാഗത്തുള്ള ഒരുപാട് നഗരങ്ങൾ, മിനാഫ് നഗരം, അവിടെയാണ് ഒരുപാട് കുട്ടികൾ യുദ്ധത്തിൻ്റെ ആദ്യ ദിനം ഫെബ്രുവരി 28 കൊല്ലപ്പെട്ട ആ ഒരു നഗരം, അതെല്ലാം തന്നെ ഹോർമൂസിനോട് അഭിമുഖമായി നിൽക്കുന്ന, പേർഷ്യൻ ഗൾഫിനോട് ചേർന്ന് നിൽക്കുന്ന തീരമേഖലയാണ്. അവിടെയുള്ള നഗരങ്ങളൊക്കെ തന്നെ, ബന്ദർ അബ്ബാസ്, അതും തുറമുഖ നഗരമാണ്, ബന്ദർ അബ്ബാസ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. ഫാർസ് പ്രൊവിൻസിൽ നിരവധി സ്ഫോടനങ്ങൾ കേട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് പ്രധാനമായി, ടെഹ്റാൻ ഒഴിച്ചു നിർത്തിയാൽ പ്രധാനമായി ഇറാൻ്റെ തെക്കൻ മേഖലയിൽ അമേരിക്ക അതിശക്തമായ ആക്രമണം നടത്തി. പുറത്തു പറയുന്നത് സുരക്ഷാ കാരണങ്ങളാൽ തങ്ങൾ ആക്രമിച്ചു. എന്താണ് സുരക്ഷ? അമേരിക്കയുടെ തന്നെ കപ്പലുകൾക്ക് അതുവഴി പോകണമെങ്കിൽ ഇറാൻ്റെ ഗൺ ബോട്ടുകൾ പ്രശ്നമാണ്. ഈ ഗൺ ബോട്ടുകളെ ആക്രമിക്കാൻ വേണ്ടിയാണ് ഈ അപ്പാച്ചെ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നത്. അതിൽ ഒരെണ്ണം താഴെ പോകുമ്പോൾ കൂടുതൽ അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ, മറ്റ് ഹെലികോപ്റ്ററുകൾ താഴെ വീഴാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ തങ്ങളുടെ സുരക്ഷ, തങ്ങളുടെ സേനയുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടി തീരപ്രദേശങ്ങളിലുള്ള മിസൈൽ ലോഞ്ച് പാഡുകൾ, റൈഡർ സംവിധാനങ്ങൾ, കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്, അവിടങ്ങളിലേക്കാണ് വൻതോതിൽ അമേരിക്കയുടെ ആക്രമണം ഉണ്ടായത്. ഇറാനും അതുപോലെ തന്നെ തിരിച്ചടിക്കുന്ന കാഴ്ച കണ്ടു. ഇറാൻ പറയുന്നത് 18ഓളം കേന്ദ്രങ്ങളിൽ, അമേരിക്കൻ താവളങ്ങളിൽ തങ്ങൾ ആക്രമണം നടത്തി. പ്രധാനമായും കുവൈറ്റിലേക്കും ബഹ്റൈനിലേക്കുമാണ് ആക്രമണം നടന്നത്. ബഹ്റൈനിൽ അമേരിക്കയുടെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനമാണ് ബഹ്റൈനിലെ മനാമ.
ആ ഭാഗത്തേക്ക് ആക്രമണം നടന്നതായി ഇറാൻ്റെ IRGC തന്നെ പറയുന്നു. അതേപോലെ തന്നെ കുവൈറ്റിലേക്ക് കഴിഞ്ഞ ഏതാനും ദിവസമായി കുവൈറ്റിലേക്ക് നമ്മൾ വാർത്ത ചെയ്തതാണ്. ഈ കുവൈറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടൊക്കെ ആക്രമിക്കപ്പെടുന്നതുമൊക്കെ വാർത്തയിൽ വലിയ രീതിയിൽ പരാമർശിക്കപ്പെട്ടതുമാണ്. വീണ്ടും കുവൈറ്റിലെ അമേരിക്കൻ താവളങ്ങൾ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. 18 താവളങ്ങളെന്ന് പറയുന്നത് കുവൈറ്റും ബഹ്റൈനും ഉപരിയായി സൗദി അറേബ്യയിലെ ഉൾപ്പെടെ താവളങ്ങൾ ഒരുപക്ഷെ ഉണ്ടായി കാണും. അത് തെളിച്ച് എവിടെയെല്ലാമാണ് ആക്രമണങ്ങൾ നടന്നത് എന്ന് കൃത്യമായി പറയുന്നില്ല. 18 താവളങ്ങളിൽ ആക്രമണം നടന്നു എന്നും പറയുന്നു. അതിനർത്ഥം ആക്രമണ പ്രത്യാക്രമണങ്ങൾ കൃത്യമായി അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ സമാധാനം, ട്രംപ് പറയുന്ന സമാധാനം മരീചികയായി മാറുന്നുവല്ലോ. ഇസ്രയേലിനോട് പറഞ്ഞിരിക്കുന്നത്, ഇസ്രയേലിനെ ഇറാൻ കഴിഞ്ഞ ദിവസം ആക്രമിച്ചപ്പോൾ തിരിച്ചടിക്കരുത്, അവിടെ ഒരു സംയമനം പാലിക്കണം എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ലല്ലോ സംഭവിക്കുന്നത്. അമേരിക്ക തന്നെ ഇസ്രയേൽ ആക്രമിക്കരുത് എന്ന് പറഞ്ഞ അമേരിക്ക തന്നെ കരാറിൻ്റെ പടിവാതിൽക്കലെത്തി നിൽക്കുന്നു എന്ന് സ്വയം പറയുന്ന ഡൊണാൾഡ് ട്രംപ് തന്നെ ആക്രമണത്തിന് ചുക്കാൻ പിടിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇതിനെ എങ്ങനെയാണ് വിശകലനം ചെയ്യുക? ഓയിൽ പ്രൈസസ് സ്കൈ റോക്കറ്റ്. ഒരിക്കൽ കൂടി ഇത് ഹോർമൂസ് കംപ്ലീറ്റ്ലി അടയുകയാണ് എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ അനുവാദത്തോടു കൂടി പോലും ഒരു കപ്പലിനും പുറത്തേക്ക് പോകാനാവില്ല. അങ്ങനെയെങ്കിൽ അതിനർത്ഥം പ്രാക്ടിക്കൽ ബ്ലോക്കേഡാണ്. ഇറാൻ്റെ ഭീഷണി നിലനിൽക്കുന്നു. ചെങ്കടൽ വഴിയുള്ള ഗതാഗതവും അല്ലെങ്കിൽ കപ്പൽ ഗതാഗതവും തങ്ങൾ തടയും ഹൂതികളെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു പ്രഖ്യാപനം അവിടെ നിൽക്കുന്നു. അങ്ങനെയെങ്കിൽ വലിയ രീതിയിലാണ് ഓയിൽ പ്രൈസസ് കൂടാൻ പോകുന്നത്. $90 വരെ വന്ന വിപയ്ക്ക് $90 വരെ താണരുന്ന വില ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ലേശം ഉയർന്നു. ഇപ്പോൾ ഇത് $100 അടുക്കുന്നു. ഇൻ്റർനാഷണൽ $120 വരെ പോയതാണ്, അത് കുറഞ്ഞു വന്നതാണ്. അപ്പോൾ സമാധാന പ്രതീക്ഷ ഉണ്ടായിരുന്നപ്പോൾ വില കുറഞ്ഞു നിന്നത് വീണ്ടും കൈവിട്ട് പോവുകയാണ്. അത് മാത്രമല്ല ലഭ്യതയുടെ കുറവും വില കൂടുതലും എല്ലാം ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്പൈറലിംഗ് ഇഫക്റ്റ് എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ഇഫക്റ്റാണ്. നോക്കൂ, ഈ ഹോർമൂസിൽ ഈ ആക്രമണമെന്ന് പറയുന്ന ഒരു പ്രതീക്ഷ, ഒരു പ്രതീകാത്മകമായ കാര്യം മാത്രമല്ല. 43 കപ്പലുകളാണ് ഫെബ്രുവരി 28 യുദ്ധം തുടങ്ങിയതിന് ശേഷം നാളിതുവരെ 43 കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു. ഒന്നുകിൽ ഇറാൻ ആക്രമിച്ചു, അല്ലെങ്കിൽ അമേരിക്ക ആക്രമിച്ചു. അതിന് ഇറാൻ്റെ കപ്പലുകൾ ഉൾപ്പെടെ ഉണ്ടാവും. മറ്റ് പല രാജ്യങ്ങളുടെയും പതാക വഹിക്കുന്ന വാണിജ്യ കപ്പലുകൾ ഉൾപ്പെടെ അത്രയും കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു. അപ്പം അത് ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ്റെ പുറത്തുവിട്ട കണക്കുകളാണ്. അപ്പോൾ അതിനർത്ഥം ഹോർമൂസ് ഒരു സുഗമമായ മാർഗമേ അല്ലാതായി മാറുകയാണ്. ഇനിയാണ് അതിൻ്റെ റിയൽ ഇമ്പാക്റ്റ്. ഹോർമൂസിനെ ഡിപ്പെൻഡ് ചെയ്ത് പേർഷ്യൻ ഗൾഫിലൂടെ കടന്നു വരുന്ന വ്യാപാരത്തെയും ടൂറിസത്തെയും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന രാജ്യങ്ങളാണ് മിക്ക ഗൾഫ് രാജ്യങ്ങളും. ഇപ്പോൾ എണ്ണ മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങൾ പ്രത്യേകിച്ചും UAE പോലെയുള്ള രാജ്യങ്ങളുടെ പ്രധാന വരുമാന സ്രോതസ്സിൽ ഒന്ന് എണ്ണയാണ്. അത് അബുദാബിയൊക്കെ, ദുബായൊക്കെ ടൂറിസം, ബാങ്കിങ്, വിപണികൾ, എന്തെല്ലാം കാര്യങ്ങളാണ്. ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വളരെ കുറഞ്ഞിരിക്കുന്നു. ഇല്ല എന്ന് തന്നെ പറയാം. പുതിയ നിക്ഷേപങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ നടക്കുന്നില്ല. കാരണം സുരക്ഷ ഉണ്ടെങ്കിൽ മാത്രമേ നിക്ഷേപം ഉണ്ടാകൂ. ടൂറിസം രംഗം ഭീതിതമായ രീതിയിൽ തകർന്നിരിക്കുന്നു. ഓൾറെഡി ഗൾഫ് മേഖലയിലെ ടൂറിസം, അത് ഈ വാങ്ങാൻ വേണ്ടി വരുന്ന ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ പോലെയുള്ള കാര്യങ്ങൾ ആകാം, അങ്ങനെയുള്ള ടൂറിസം ആകാം, സൈറ്റ് സീയിങ്ങിനുള്ള ടൂറിസം ആകാം, ട്രക്കിംഗ്, മരുഭൂമിയിലെ ഓട്ടത്തിനുള്ള ടൂറിസം ആകാം, മറ്റു പല ചില്ലിങ് ഓഫ് പല കാര്യങ്ങളിൽ ഉള്ള ടൂറിസം ആകാം. ഇതെല്ലാം തന്നെ ഗൾഫ് രാജ്യങ്ങൾ കുറഞ്ഞിരിക്കുന്നു. ഹോട്ടലുകളുടെ ഓക്യുപ്പൻസി റേറ്റ് വല്ലാതെ താണിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ഭാരതീയരുൾപ്പെടെയുണ്ട്, പ്രവാസികൾ. അവരാണ് ആദ്യം അഫക്റ്റഡ് ആകാൻ പോകുന്നത്. ഓൾറെഡി അഫക്റ്റഡ് ആയി എന്ന് തന്നെ പറയാം. ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇതിൻ്റെ സ്പൈറലിംഗ് ഇഫക്റ്റായി വരുന്നത് ഓയിൽ ഡ്രില്ല് ചെയ്യാതെ, പ്രൊഡ്യൂസ് ചെയ്യാതെ, സ്റ്റോർ ചെയ്യാതെ, വിപണനം ചെയ്യാതെ ആ സെക്ടർ മുന്നോട്ട് പോവില്ല. അങ്ങനെയെങ്കിൽ ഇപ്പോൾ എല്ലാ സംഭരണികളും നിറഞ്ഞിരിക്കുന്നു. ഇനി സ്റ്റോറേജ് ഫെസിലിറ്റി ഇല്ല. പിന്നെ ഉള്ളത് ചില രീതിയിൽ ഉൽപ്പാദനം റെഗുലേറ്റ് ചെയ്യുക, കുറച്ചു കൊണ്ടുവരിക, റിഫൈനിങ്ങിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക. അങ്ങനെയെങ്കിൽ അവിടെയും ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ റിട്രെഞ്ച്മെൻ്റാണ് അവരെ കാത്തിരിക്കുന്നത്. ഇതെല്ലാം ഏതാനും ആഴ്ചകളോ 1-2 മാസമോ പിടിച്ചു നിൽക്കാൻ കഴിയും. അന്ന് വലിയ പരിക്കേൽക്കാതെ പിടിച്ചു നിൽക്കാം. പക്ഷേ 1 മാസം, 2 മാസം, 3 മാസം, ഇപ്പോൾ എത്ര മാസങ്ങളായി മാറുന്നു. ഫെബ്രുവരി 28 മുതൽ മാർച്ച് മാസം മുഴുവൻ കഴിഞ്ഞു, ഏപ്രിൽ മാസം മുഴുവൻ കഴിയുന്നു, മെയ് മാസം കഴിഞ്ഞു, ജൂൺ മാസം പകുതിയായിരിക്കുന്നു. 100 ദിവസം പിന്നിട്ട യുദ്ധം. ട്രംപ് പറഞ്ഞത് തങ്ങൾക്ക് ഏതാനും
ദിവസങ്ങൾ മതി, പരമാവധി 4 ആഴ്ച സമയം മതിയാകും. 4 ആഴ്ച പോയിട്ട് 4 മാസമാകുന്നു. ആ രീതിയിൽ കാര്യങ്ങൾ പോകുമ്പോൾ ഗൾഫ് ഇക്കോണമി, പ്രവാസികളുടെ സ്വപ്നങ്ങൾ, 95 ലക്ഷം ഇന്ത്യൻ വംശജർ പ്രവാസികളായി ഉണ്ട്. അതിൽ 35 മുതൽ 40 ലക്ഷം വരെ പേര് മലയാളികളാണ് എന്ന് ഓർക്കുക. അതുകൊണ്ട് വലിയ ഒരുപാട് സ്വപ്നങ്ങളുടെ മേലാണ് കരുനിഴൽ വീഴുന്നത്. ഹോർമോസ് അടയ്ക്കുന്നു, പൂർണ്ണമായി അടയ്ക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ഇറാൻ്റെ കയ്യിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം തന്നെയാണ് ജിയോ സ്ട്രാറ്റജിക്കലി ലൊക്കേറ്റഡ് ഹോർമോസ്. അത് ആയുധമാണ്. അപ്പോൾ ഇറാനെ ഏതെങ്കിലും രീതിയിൽ പ്രകോപിപ്പിച്ചാൽ ആ ആയുധം വജ്രായുധമാണ്, അതെടുത്ത് ഉപയോഗിക്കും. അതൊന്ന് ഊരിയെടുക്കണമെങ്കിൽ എളുപ്പമല്ല, ചോരപ്പുഴ ഒഴുകും, രക്തപങ്കിലമാവും. അതുകൊണ്ടാണ് സമാധാനത്തിനൊരു അവസരം കൊടുക്കൂ എന്ന് ലോകം പറയുന്നിടത്ത് സമാധാനത്തിന് യാതൊരു സാധ്യതയുമില്ല. ബലപ്രയോഗത്തിലൂടെ മാത്രമേ ഇറാനെ വഴിക്ക് കൊണ്ടുവരാനാവൂ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നുവോ എന്ന ഭീതിയാണ്. അതുകൊണ്ട് വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെ.